ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ചെപ്പീസ് കിച്ചൺ. ഇന്ന് ഞാൻ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടി ഞാൻ 2 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ 2 പാക്കറ്റ് പാലും ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ആ ചെറിയ ബോട്ടിലില്ല, അത് ഫുള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ട് നിങ്ങൾ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര മാത്രമാണെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പക്ഷേ മിൽക്ക് മെയ്ഡ് ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണ്. പാല് ഒന്ന് ചൂടായി വരുമ്പോൾ ആണ് ഞാൻ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ടിത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി അതിലേക്ക് വേണ്ട ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ആപ്പിൾ എടുത്തിട്ടുണ്ട്, മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമുന്തിരി, കറുപ്പമുന്തിരി, പിന്നെ അനാർ എടുത്തിട്ടുണ്ട്, പിന്നെ കദളിപ്പഴം എടുത്തിട്ടുണ്ട്, ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കസ്കസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിവിടെ മാറ്റി വെക്കുകയാണ്. ഇനി ഞാൻ ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്യാണ്. നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഇതൊരു ഗ്ലാസ് മതി വയറ് നിറയാൻ. ഫുള്ളും ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നല്ല തണുപ്പിച്ചിട്ട് കഴിക്കണേ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല തണുത്തിട്ട് കഴിക്കാൻ. അപ്പോൾ ഞാൻ മുന്തിരി കട്ട് ചെയ്തെടുത്തതിന് ശേഷം പഴം കട്ട് ചെയ്യുകയാണ്. ഒരു പഴം 4 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കുടിക്കുമ്പോൾ വലിയ പീസായിട്ട് കട്ട് ചെയ്താൽ കുടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. എൻ്റെ മോളും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. ഓള് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് ഡബിൾ പണിയാക്കി വെക്കുകയാണ് ഞാൻ ഓള് കട്ട് ചെയ്തത് വീണ്ടും ഞാൻ ഒന്നും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഴം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ആപ്പിൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈത്തപ്പഴം കട്ട് ചെയ്തെടുക്കുകയാണ്. ഈത്തപ്പഴവും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്യുന്ന എല്ലാ ഫ്രൂട്ട്സും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലാണ് നമുക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിയാത്തവർക്കായിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഈത്തപ്പഴം കൂടി കട്ട് ചെയ്തതിന് ശേഷം ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ അനാറും കൂടി കട്ട് ചെയ്യാണ്. അനാറ് കട്ട് ചെയ്യേണ്ടതില്ലല്ലോ. അപ്പോൾ എല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണ്. മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഈ ഫ്രൂട്ട്സിലൊന്ന് നന്നായിട്ടൊന്ന് മധുരം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത്. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കുക.
ഇതിൽ നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുക. കാഷ്യനട്ട് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത്. കാഷ്യനട്ടും കൂടി ചേർത്താൽ നമ്മളിത് കഴിക്കുമ്പോൾ കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സില്ലേ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഈ കസ്റ്റാർഡ് മിക്സ് ഞാൻ നേരത്തെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് ഈ ഫ്രൂട്ട്സ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് കൂടി ഒന്ന് നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കും. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ഇതില്ലേ കസ്കസ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്കസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കുക. ഇനി ഇതാ എല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം ഞാനൊന്നും കൂടി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കേണ്ടിയിട്ട് 2 ഗ്ലാസ്സിലൊന്ന് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് നോമ്പ് തുറക്കുന്ന സമയത്താണ് ഞാനിത് എടുക്കുകയുള്ളൂ. എന്നാൽ നല്ല തണുത്ത് വരും. അങ്ങനെ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാനിതാ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെൽ ബട്ടണൊന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷനിലോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.